ഒരു മഹത് വ്യക്തി നന്മകൾ മാത്രം ചെയ്ത് അത് നിറയെ നന്മകൾ ചിന്തിക്കുകയും നന്മകൾ പഠിപ്പിക്കുകയും നന്മകൾ ഫലമുണ്ടാകുന്ന രീതിയിൽ അത്രയ്ക്ക് അധികാരത്തിലിരുന്നിട്ട് പോലും ആ അധികാരത്തെ ചൂഷണം ചെയ്യാതെ വളരെ കാര്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പല പാഠങ്ങളും നൽകിയിട്ടുള്ള നമ്മുടെ ആ ഒരു വ്യക്തിയുടെ കൂടെ നമ്മളും ജീവിച്ചല്ലോ എന്നുള്ളതിൻ്റെ മഹാഭാഗ്യം. എന്നെ റഷ്യയിലേക്ക് ഒരു ഡെലിഗേഷനിൽ അയക്കാൻ കാരണക്കാരൻ ഈ മഹത് വ്യക്തിയാണെന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അതിന് ഇന്നും ആ ഒരു കടപ്പാട് അദ്ദേഹത്തിനോടും അദ്ദേഹ കുടുംബത്തിനോടും എനിക്കുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ജീവിത പാഠം അറിഞ്ഞ് വായിക്കേണ്ടതാണ്. അത് പകർത്തുമെന്ന് ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം. ആ ജീവിതം ഒരു ഇതിഹാസമാണ്. ആ ജന്മം ഈ നൂറ്റാണ്ടിൻ്റെ പുണ്യമാണ് എന്ന് നമുക്ക് എന്നും സ്മരിക്കാം. ഇതിഹാസമീ ജീവിതം, ഇതു ഈ നൂറ്റാണ്ടിൻ പുണ്യം. നീതിയും ന്യായവും വാഴുന്ന വാനിടം, നിത്യവും പോകുന്ന സൂര്യനെ പോലെ നീ. ഇരുട്ടിൻ ചട്ടങ്ങൾ ഉടച്ചു മാറ്റുവാൻ ചൊരിഞ്ഞു മണ്ണിൽ പ്രകാശരശ്മികൾ. ഇതിഹാസമേ ജീവിതം, ഇതു ഈ നൂറ്റാണ്ടിൻ പുണ്യം. ഇതിഹാസമേ ജീവിതം, ഇതു ഈ നൂറ്റാണ്ടിൻ പുണ്യം. അമ്മയാം ഭൂമിക്ക് സാന്ത്വനമേകുവാൻ ആശ്വാസസന്ധ്യകൾ നീ രചിച്ചു. സാഗരം തന്നിലെ നീരൂറ്റി നീയതു സാധുജലാശയങ്ങൾക്കു നൽകി. സാഗരം തന്നിലെ നീരൂറ്റി നീയതു സാധുജലാശയങ്ങൾക്കു നൽകി. ഇതിഹാസമേ ജീവിതം, ഇതു ഈ നൂറ്റാണ്ടിൻ പുണ്യം. ഇതിഹാസമേ ജീവിതം, ഇതു ഈ നൂറ്റാണ്ടിൻ പുണ്യം. കണ്ണുകൾ തുറന്നു നീ സർവം നിരീക്ഷിച്ചു. കാഠിന്യ താപത്താൽ ധീരം വിമർശിച്ചു. കാനനമായാലും സൈകതമായാലും, കാനനമായാലും സൈകതമായാലും കാലപ്രഹരങ്ങൾ നീ വിധിച്ചു. നീതിയും ന്യായവും വാഴുന്ന വാനിടം, നിത്യവും പോകുന്ന സൂര്യനെ പോലെ. ഇതിഹാസമേ ജീവിതം, ഇതു ഈ നൂറ്റാണ്ടിൻ പുണ്യം. ഇതിഹാസമേ ജീവിതം, ഇതു ഈ നൂറ്റാണ്ടിൻ പുണ്യം. ഇതിഹാസമേ ജീവിതം.